ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോമോൻ കൊച്ചിതറയാണ്. യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഇടവക സമൂഹം ഒറ്റക്കെട്ടായപ്പോൾ ഇടവകയിലെ 4 കുടുംബങ്ങൾക്ക് സ്വന്തമായ ഭൂമിയും അതുപോലെ തന്നെ അതിൽ 3 പേർക്ക് സ്വന്തമായ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തുരുത്തി മർത്തമറിയം ഇടവക ദേവാലയത്തിലാണ്. 1990കളിൽ അന്നത്തെ യുവദീപ്തി പ്രവർത്തകർ ആരംഭം കുറിച്ച വർഷത്തിലൊരു വസതി എന്ന പദ്ധതിയാണ് ഇന്ന് ഈ 2025 ഇപ്പോഴത്തെ യുവദീപ്തി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്. തങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ആദിമ സഭാ സമൂഹത്തിൻ്റെ അതേ മാതൃകയാണ് 2000 വർഷങ്ങൾക്ക് ശേഷവും കത്തോലിക്ക സഭ തുടർന്നു പോരുന്നത്. സാമൂഹിക സേവനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമൊക്കെ സഭ എന്നും മാതൃകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തുരുത്തി മർത്തമറിയം ഫൊറോന ദേവാലയത്തിലെ ഭൂരഹിത ഭവനരഹിതരായ അംഗങ്ങൾക്ക് വിശ്വാസികൾ തന്നെ സംഭാവനയായി നൽകിയ തുകകൾ ഉപയോഗിച്ച് ഭൂമി വാങ്ങി അതിൽ വീട് വെച്ച് അർഹരായവർക്ക് കൈമാറുകയാണ് ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ തോമസ് തറയിൽ. സ്ഥലം വാങ്ങുക മാത്രമല്ല, ഇങ്ങോട്ടുള്ള വഴിയും കൂടെ അച്ഛൻ റെഡിയാക്കി. ഒത്തിരി കുടുംബങ്ങൾക്ക് വഴിയുമായി. അപ്പം അങ്ങനെ വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ കാര്യമായിട്ട് ഇത് മാറി. നമ്മുടെ ഇടവകകളെല്ലാം വളർന്നു വരേണ്ടത് ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ്. ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഓരോ വർഷം ഓരോ വിചാരിച്ചമാർ വരുമ്പോഴും ഇത് വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ്. ഞാൻ പള്ളിയിൽ ലാൻഡ് ബാങ്കിനെ കുറിച്ച് പറയുകയുണ്ടായി. അത് ഇത് തന്നെയാണ്. അതായത് സ്ഥലം വാങ്ങി സ്ഥലമില്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൽ നിങ്ങളതിൻ്റെ ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതൊരു സന്തോഷം. പ്രിയപ്പെട്ട പരിക്കപ്പള്ളി അച്ഛന് ടീമായിട്ട് ഞാൻ നന്ദി പറയുന്നു. അച്ഛൻ എപ്പോഴും കർമ്മനിരതനായിട്ടുള്ളൊരു വിചാരിച്ചനാണ്. അച്ഛൻ ഇനി അടുത്ത പ്രോജക്റ്റ് എന്താണ് ഞങ്ങളെല്ലാം നോക്കിയിരിക്കുന്നത്. കാരണം അച്ഛൻ വെറുതെ ഇരിക്കുന്ന ആളല്ല. അച്ഛൻ എപ്പോഴും എന്തെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ കാര്യങ്ങളെല്ലാം നടത്താനുള്ള ഒരു വലിയ ഒരു ശൈലി അച്ഛന് സ്വന്തമായിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ അച്ഛനെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇതുപോലെയുള്ള അച്ഛന്മാരാണ് നമ്മുടെ അതിരൂപതയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷ നടത്താം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാക്കപ്പെടുന്ന ഈ ഭവനങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനങ്ങളും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഓരോ ക്രൈസ്തവനും ദൈവം തങ്ങൾക്ക് നൽകിയ സമ്പത്തിൻ്റെ ദശാംശം ദേവാലയത്തിന് നൽകുന്നു. അതുപോലെ തന്നെ തിരുനാളുകളിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്ത് കിട്ടുന്ന തുകയും വ്യക്തികൾ നൽകുന്ന സംഭാവനകളുമൊക്കെ ചേർത്താണ് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഭ നേതൃത്വം നൽകുന്നത്. തുരുത്തി ഇടവക ഈ ജൂബിലി വർഷത്തിൽ 4 കുടുംബങ്ങൾക്ക് സ്വന്തമായ ഭൂമിയും അതിൽ 3 കുടുംബങ്ങൾക്ക് ഇന്ന് സ്വന്തമായ വീട് എന്ന സ്വപ്നവും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഇനി 4ാമത്തെ ഭവനത്തിൻ്റെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുന്നതുമാണ്. ആരുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമാണ് പിതാവ് ഉദ്ബോധിപ്പിച്ചത്. ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ക്രിസ്തു വചനം നമുക്ക് ഓർമ്മിക്കാം. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.